ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ് നിറങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വീണ്ടും ഒരു ദിവസം അല്ലേ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ചെറിയ കാലാവസ്ഥയും കാര്യങ്ങളും പിന്നെ എന്താണ് നമ്മുടെ ഫുഡും കാര്യങ്ങളും ഒക്കെ കാണിക്കാനാണ്. ഫുഡ് ഉണ്ടാക്കുന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ, കാരണം നിങ്ങൾക്കറിയാം ഇതൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. പിന്നെ ഞാൻ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയാണ് ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ കാണുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നു കേട്ടോ. കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. താങ്ക് യു. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനുണ്ടല്ലോ ഇന്നലെ വരെ നമ്മുടെ ചോറും കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി ഇപ്പോൾ ചോറും കറിയെല്ലാം തീർന്നു. ഇനിയിപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ വീണ്ടും പുതിയ കറികളും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ 2 ദിവസത്തേക്ക് ഉണ്ടാക്കുവേ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ മോരുകറിയാണ്. ഇതുണ്ടോ, നല്ലൊരു നാടൻ മോരുകറി. പിന്നെ അതുപോലെ പിന്നെ ഇപ്പോൾ താഴോട്ട് പോയേനെ. മലയാള ഷോപ്പിൽ നിന്ന് നമ്മുടെ വെണ്ടയ്ക്ക മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വെണ്ടയ്ക്ക ഇതുണ്ടോ, വെണ്ടയ്ക്ക ഞാൻ നല്ല മെഴുക്കുവരട്ടി പോലെ തോരൻ പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങയായിട്ട് മെഴുക്കുവരട്ടി അല്ല, തോരനായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ വെണ്ടയ്ക്ക മേടിച്ചത് കേട്ടോ. മലയാളി ഷോപ്പിൽ പോയപ്പോഴത്തേക്കും മേടിച്ചാണ്. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ ഫ്രഷ് വെണ്ടയ്ക്ക കിട്ടും, ഏഷ്യൻ ഷോപ്പുകളിലൊക്കെ കിട്ടുള്ളൂ കേട്ടോ. ഇത് പിന്നെ ഫ്രീസ് ചെയ്ത് വെണ്ടയ്ക്കയായിരുന്നു. അത് കുറച്ച് നേരം ഞാൻ പുറത്തൊക്കെ എടുത്ത് വെച്ച് വെയിലത്തൊക്കെ എടുത്ത് വെച്ച് ഒന്ന് എന്താണ് മെൽറ്റൊക്കെ ചെയ്തിട്ടാണ് ഇത് തോരൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കുറേ നാൾക്ക് ശേഷമാണ് വെണ്ടയ്ക്ക തോരൻ കൂട്ടുന്നത് കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ പോത്ത് കറി വെച്ചു. അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ ചോറുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്നാ ഉണ്ട് വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്നോ? നിങ്ങളുടെയൊക്കെ വിശേഷങ്ങളൊക്കെ കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ മലയാളി ഷോപ്പിൽ ചെന്നപ്പോഴത്തേക്കും നല്ല നമ്മുടെ നാടൻ, എൻ്റെ പൊന്നോ ഇതെല്ലാം കൂടി ഇപ്പം മറിഞ്ഞേനെ, നമ്മുടെ നാടൻ മറ്റേ ഇതുണ്ടോ, കപ്ലങ്ങാപ്പഴം. ചില നാടുകളിലേക്ക് ഓമയ്ക്ക എന്നൊക്കെ പറയും. ഞങ്ങളുടെ കാസർഗോഡേക്ക് കപ്ലങ്ങ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ കപ്ലങ്ങാപ്പഴം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് മേടിച്ചപ്പോഴത്തേക്കും വലിയ കാര്യമായിട്ട് പഴുത്തില്ലായിരുന്നു. ഇപ്പം നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ നമ്മുടെ നാട്ടിൽ കാക്ക കൊത്തിക്കൊണ്ട് പോകുന്ന സാധനം ആണ് ഇത്. പക്ഷേ ഇവിടെ നമ്മൾ കാശ് കൊടുത്താണ് മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്കിതൊന്ന് തുറന്നു നോക്കാവേ. ഇവിടുത്തെ കാലാവസ്ഥ ഇതാണ്. നല്ല വെയിലും നല്ല ചൂടൊക്കെയാണ് കേട്ടോ. നമുക്കിപ്പം ഡ്രസ്സൊക്കെ അലക്കി ഇട്ട് കഴിഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ളിൽ ഉണങ്ങി കിട്ടും കേട്ടോ. ഇതുണ്ടോ, വല്ലപ്പോഴും സമ്മർ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എല്ലാ വീഡിയോയ്ക്കകത്തും ഇവിടുത്തെ കാലാവസ്ഥ കാണിക്കാറുണ്ട്. സമ്മർ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഭംഗി, അല്ലെങ്കിൽ ഒരു രസം, അല്ലെങ്കിൽ ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. മനസ്സ് തുറന്ന് നമുക്ക് ആസ്വദിക്കാൻ ആനന്ദിക്കാൻ പറ്റിയ ഒരു അവസരമാണ് നമ്മുടെ സമ്മർ. ഇതാണ്ട് ഹസ്ബൻഡ് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഉറക്കമെല്ലാം കഴിഞ്ഞ് 3 മണിയായി ഇവിടെ ഏകദേശം. അപ്പോൾ പുള്ളി എഴുന്നേറ്റിരിക്കുകയാണ്. പിന്നെ നമ്മുടെ മുയലിനെ കൈ പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ സമയത്ത് സൺലൈറ്റ് നമ്മുടെ വെയിലത്തൊക്കെ ഇരിക്കാൻ നമുക്ക് നല്ല ഒരു രസമാണ് കേട്ടോ. ആണ്ടേ എയർപ്ലെയിൻ പോകുന്നു, എങ്ങോട്ടാണോ പോകുന്നത് അറിയത്തില്ല. പിന്നെ എന്തായാലും പിന്നെ ഇതാണ് ഇവിടുത്തെ കാലാവസ്ഥ കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണക്കാനിട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ കപ്ലങ്ങ ഇന്ന് നമുക്ക് കണ്ടിച്ചെടുക്കാം കേട്ടോ. ഇത് നോക്ക് ഗൈസ്, ഇത് കണ്ടോ ഗൈസ്, ഇത് ഞാനിവിടെ ഇന്ന് വളരെ കഷ്ടപ്പെട്ട് ഞാനൊന്ന് കണ്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ഹെവിയാണേ. പിന്നെ ഇതിൻ്റെ സ്കിന്നൊക്കെ ആണെങ്കിലും തൊലിയാണെങ്കിലും നന്നായിട്ട് നല്ല ഇതായിരുന്നു, കട്ടിയുള്ളത് കേട്ടോ. പിന്നെ ഇനിയിപ്പം ഇതിൻ്റെ അകംഭാഗം ഒന്ന് നമുക്ക് നോക്കാം കേട്ടോ. അഹങ്കാരമല്ല, അകംഭാഗം
അപ്പോൾ ഞാനിത് ഓർക്കുകയാണ്, ഞാൻ ചെറുപ്പത്തിൽ കുഞ്ഞായിരുന്നപ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലൊക്കെ എന്തുമാത്രം കപ്പളങ്ങപ്പഴം ഉണ്ടല്ലേ. കാക്ക ഒത്തിക്കൊണ്ട് പോവും. പിന്നെ എന്നാ പറയണ്ടേ, മഞ്ഞ ആകുമ്പോഴത്തേക്കും അല്ലേ, ഓറഞ്ച് ആകുമ്പോഴത്തേക്കും ഞാൻ എങ്ങനെയെങ്കിലും മമ്മിയോട് പറഞ്ഞ് കുത്തി താഴെടിപ്പിച്ച് എന്ത് കഴിച്ച ആ പടപടാന്ന് കഴിച്ച പ്രായം, ആ ഒരു പ്രായമെല്ലാം പോയി. ആ കാലഘട്ടവും ആ പ്രായവും ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ കപ്പളങ്ങ ഉണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ എന്നാലും കുറേയൊക്കെ വംശനാശം സംഭവിച്ചു അല്ലേ. നോക്ക് ഗൈസ്, ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നോക്ക്, എന്നാ സൂപ്പർ കപ്പളങ്ങയാണ്. ഒത്തിരി പഴുത്തു പോയാലും ഒരു സുഖമില്ല അല്ലേ, നമുക്ക് അളിഞ്ഞളിഞ്ഞു പോവും. ഇങ്ങനെ ഒരു മീഡിയം ലെവലിൽ പഴുത്തിരിക്കുന്നതാണ് നല്ലത്. പിന്നെ മാത്രമല്ല, ഇത് നാടനാണ്. കാരണം നമുക്കറിയാം ഇതിൻ്റെ കുരുക്കളെല്ലാം നാടൻ കപ്പളങ്ങ കുരുവാണ്. പണ്ട് ഡൽഹിയിലായിരുന്നപ്പോഴത്തേക്കും ഞങ്ങൾ കപ്പളങ്ങ മേടിക്കായിരുന്നു. വലിയ പോത്ത് പോലത്തെ കപ്പളങ്ങയൊക്കെ ഉണ്ട് അവിടെ. പക്ഷേ ഉണ്ടല്ലോ, അതിന് അകത്ത് കുരുവൊന്നുമില്ല. ഇത് ഒറിജിനൽ നമ്മുടെ നാടൻ കപ്പളങ്ങയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ കറുത്ത കുരുക്കളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്ട് ഞാനിങ്ങനെ നീളത്തിലാണ് കണ്ടിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പം ഇത് ഹസ്ബൻഡിന് വലിയ ഇഷ്ടമാണ്. അപ്പോൾ പുള്ളിക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. പിന്നെ മാത്രമല്ല, ഇവിടെ ഒരു പീസ് ഞാൻ പിള്ളേർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടേ. പിള്ളേർ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർ വരുമ്പോഴത്തേക്കും അവർക്ക് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒരു അരഭാഗം ഞാൻ കഴിച്ചു ഓൾറെഡി. ബാക്കി ഹസ്ബൻഡും കഴിച്ചു കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഇനിയിപ്പം ഭയങ്കര ടേസ്റ്റ്, നല്ല സൂപ്പറാണ് കേട്ടോ. ഇതാണ്ട് നല്ല കാറ്റാണ്, ഇടയ്ക്കിടയ്ക്ക് നല്ല കാറ്റും പിന്നെ നല്ല തണുപ്പും ഒക്കെ ഉണ്ട്. എന്നാൽ ഇടയ്ക്ക് നല്ല കട്ട ചൂടും വരും കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ എന്താണ് നിങ്ങൾക്കൊക്കെ വിശേഷം? നിങ്ങളെല്ലാം സുഖമായിട്ടിരിക്കുന്നോ? ഇനിയിപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനി നല്ലൊരു കണ്ടൻറ്റുമായിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ഇന്നത്തെ വീഡിയോ കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാം ചെയ്യണേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.